ഡിയർ ഫ്രണ്ട്സ്, അഞ്ചാമത്തെ ചക്രമായ വിശുദ്ധി ചക്രം അല്ലെങ്കിൽ ത്രോട്ട് ചക്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സുഷുപ്നയിൽ തൊണ്ടയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ജ്ഞാനലോകവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ശുദ്ധമായ നീല നിറമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ബീജാക്ഷരം ഹം ആണ്. അഫർമേഷൻ: ഐ ഹാവ് ദ കറേജ് ടു സ്പീക്ക് ഹോണസ്റ്റ്ലി. ഉദനപ്രാണൻ ആരംഭിക്കുന്ന സ്ഥലമാണ് വിശുദ്ധി ചക്രം. ശ്വസിക്കുമ്പോൾ ശരീരത്തിലെ അപകടകരമായ രാസവസ്തുക്കൾ ശുദ്ധീകരിക്കുന്ന ജോലി ഈ പ്രാണനുണ്ട്. ഈ സവിശേഷ പ്രവർത്തനത്തിൽ നിന്നാണ് ചക്രത്തിന് അതിൻ്റെ പേര് ലഭിച്ചത്. ശുദ്ധീകരണം ശാരീരിക തലത്തിൽ മാത്രമല്ല, മനസ്സിൻ്റെ തലത്തിലും സംഭവിക്കുന്നു. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികളെ നിയന്ത്രിക്കുകയും ഊർജ്ജവൽക്കരിക്കുകയും ചെയ്യുന്നു. ഭാഗികമായി ശ്വാസകോശങ്ങളെ നിയന്ത്രിക്കുന്നു. വിശുദ്ധി ചക്രം അനന്തമായ സംതൃപ്തിയും സ്വാതന്ത്ര്യവും നൽകുന്നു. ഈ ചക്രത്തിൻ്റെ ശരിയായ പ്രവർത്തനം മൂലം നല്ല ആശയവിനിമയ ശേഷി ലഭിക്കുന്നു. നല്ല കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സ്വരലയ മാധുര്യമുള്ളവർ, നല്ല പ്രാസംഗികർ, ജേർണലിസ്റ്റുകൾ, അവതാരകർ, വക്കീലന്മാർ, നല്ല രാഷ്ട്രീയക്കാർ, നല്ല സംഗീതജ്ഞർ തുടങ്ങിയവരെയൊക്കെ വാർത്തെടുക്കാൻ ഈ ചക്രത്തിൻ്റെ ശരിയായ പ്രവർത്തനം മൂലം സാധിക്കും. ഈ അഞ്ചാം ചക്രമായ വിശുദ്ധി ചക്രയുടെ ബോധതലത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ആത്മീയമായ പരിശുദ്ധി കൈവരുന്നു. നമ്മുടെ കഴിവുകൾ വളരാൻ അനുവദിക്കുന്നു. വ്യക്തമായ ശബ്ദമായിരിക്കും നമ്മുടേത്. പാടാനും നല്ല രീതിയിൽ സംസാരിക്കാനുമുള്ള കഴിവുകൾ നമുക്കുണ്ടാകും. ആശയവിനിമയം, സംസാര സ്ഫുടത, ശബ്ദ മനോഹാരിത, സമതുലിതവും സമാധാനപരമായ ചിന്തകൾ. വിശുദ്ധി ചക്രത്തിൻ്റെ ഊർജം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായിരിക്കും. വികാരങ്ങൾ അനായാസമായി പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഒരു അടിസ്ഥാന പ്രത്യേകതയാണ്. മറ്റുള്ളവരുമായും നമ്മളുമായിട്ടും ഫലപ്രദമായി ആശയവിനിമയം നടത്തുമ്പോൾ ചിന്തയുടെ കൂടുതൽ വ്യക്തതയും ശുഭാപ്തി വിശ്വാസവും നമുക്ക് അനുഭവപ്പെടുന്നു. നമുക്ക് കൂടുതൽ വ്യക്തതയുള്ളപ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങളിലും പ്രവൃത്തികളിലും കൂടുതൽ വ്യക്തതയുണ്ടായിരിക്കും. വിശുദ്ധി ചക്രത്തിൻ്റെ തടസ്സം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഹൈപ്പർ തൈറോയിഡിസം, തൊണ്ടകാറൽ, ഒച്ചയടപ്പ് ഇവയാണ്. മറ്റുള്ളവരെ അമിതമായി നിയന്ത്രിക്കുകയും കർക്കശമായി പെരുമാറുകയും ചെയ്യുക, ആഭാസ വർത്തമാനങ്ങൾ, അതേസമയം സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, വിക്ക്, അമിത ഭയം, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, സഭാകമ്പം, വിറയൽ, അമിതാകാംക്ഷ എന്നിവയാണ് മറ്റു വൈകല്യ പ്രവർത്തനങ്ങൾ. അമിതമായ ദേഷ്യവും ഭയവും ഈ ചക്രത്തെ ദുർബലമാക്കുന്നു. ഈ ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. മികച്ച ആശയവിനിമയം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല സ്വാധീനം ചെലുത്തുന്നു. വിശുദ്ധി ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ആ സമയം വിശുദ്ധി ചക്രയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബീജാക്ഷരമായ ഹം 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 എന്ന് ഉച്ചരിക്കുക. വിശുദ്ധി ചക്രത്തിൻ്റെ മന്ത്രമായ ഹം ചൊല്ലുന്ന സമയത്ത് നിന്നുള്ള വൈബ്രേഷനുകൾ നമ്മുടെ വിശുദ്ധി ചക്രത്തെ തുറക്കുന്നു. അപ്പോൾ കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. വിശുദ്ധി ചക്രത്തിൻ്റെ അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങൾ ഇനിയും പറയുന്നു. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് മടിയുണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ചുറ്റിനുമുള്ളവർ തെറ്റിദ്ധരിച്ചെന്ന തോന്നൽ, ആക്രമണ പ്രവർത്തനങ്ങൾ, നിഷേധാത്മകമായ ഭാഷയും പ്രവർത്തനങ്ങളും. വിശുദ്ധി ചക്രം കഴുത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ അതിൻ്റെ അസന്തുലിതാവസ്ഥയുടെ ഫലമായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. തൊണ്ടവേദന, ഹോർമോൺ ക്രമക്കേടുകൾ, കഴുത്ത് ഭാഗത്ത് വേദന എന്നിവയ്ക്ക് കാരണമാകും. താങ്ക് യു.